ചെല്ലാനം തീരത്ത് രണ്ടാം ഘട്ട ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തിന് പണം അനുവദിച്ച സർക്കാർ. അവശേഷിക്കുന്ന 6.1 കിലോമീറ്റർ നീളത്തിൽ കടൽഭിത്തി നിർമ്മിക്കാൻ 404 കോടിയാണ് അനുവദിച്ചത്. 347 കോടി രൂപ ചെലവിൽ 7.3 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ആദ്യഘട്ടം 2023 പൂർത്തിയായിരുന്നു. ചെല്ലാനത്തെ ജനങ്ങളുടെ ജീവിതം മാറ്റിയ പദ്ധതിയാണ് ടെട്രാപോഡ് കടൽഭിത്തി. അതിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയതോടെ തീരദേശ ജനതയുടെ ജീവിതത്തിന് കൂടുതൽ കെട്ടുറപ്പായി. 104 കോടി രൂപ ചിലവിൽ 6.1 കിലോമീറ്റർ ദൂരത്തിൽ കൂടി കടൽഭിത്തി നിർമ്മിക്കാനാണ് സർക്കാർ അനുമതി നൽകിയത്. പുത്തൻതോട് മുതൽ വടക്കോട്ട് കണ്ണമ്മാലി പ്രദേശം ഉൾപ്പെടുന്നതാണ് രണ്ടാം ഘട്ടം. 1 കിലോമീറ്റർ ദൂരം തീരസംരക്ഷണത്തിനായി ശരാശരി 66 കോടിയിലധികം രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത്. ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് നോമിനേഷൻ വ്യവസ്ഥയിലാണ് രണ്ടാം ഘട്ടത്തിന്റെയും നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യമായി ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ചെല്ലാനത്ത് ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് 347 കോടി രൂപ ചിലവിൽ 7.3 കിലോമീറ്റർ ദൂരത്തിൽ ഒന്നാം ഘട്ട നിർമ്മാണം 2023 പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് ചെല്ലാനത്തെ മനുഷ്യർക്ക് കടലാക്രമണത്തെ ഭയക്കാതെ കിടന്നുറങ്ങാം. തീരദേശ ജനതയ്ക്ക് LDF സർക്കാർ നൽകിയ ഉറപ്പാണിത്. കൈരളി ന്യൂസ്, കൊച്ചി.